നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലയോര ഹൈവേയുടെ ഭാഗമായ എല്ലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ സംസ്ഥാന സർക്കാരും MLAയും നടത്തിയിട്ടുണ്ടെന്ന് CPIM നേതൃത്വം. ഫണ്ട് അനുവദിക്കാൻ സാധിക്കുമെങ്കിൽ നിർമ്മാണം പൂർത്തീകരിക്കാനും കഴിയുമെന്നും ഏരിയ സെക്രട്ടറി സുമാ സുരേന്ദ്രൻ. പതിനായിരങ്ങളുടെ കുടിവെള്ളമായ പെരിയാറിനെ മലിനമാക്കി ദേവിയാർ പുഴയിലേക്ക് മാലിന്യ നിക്ഷേപം. അടിമാലി ഇരുമ്പുപാലത്താണ് വ്യാപകമായി ദേവിയാർ പുഴയിലേക്ക് അറവ് മാലിന്യങ്ങളടക്കം തള്ളുന്നത്. പകർച്ചവ്യാധി ഭീഷണിയിൽ മേഖല. സംസ്ഥാന ബജറ്റിൽ തോട്ടം മേഖലയെ പാടെ അവഗണിച്ചതായി കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്. ലയങ്ങളുടെ നവീകരണത്തിന് 10 കോടി രൂപ അനുവദിച്ച് കാലങ്ങൾ പിന്നിടുമ്പോഴും നവീകരണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ലെന്നും ഷാജി പൈനാടത്ത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ടൂറിസം പുനരുജ്ജീവനത്തിന് സമഗ്ര പദ്ധതി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ തകർച്ച നേടുന്ന പ്രാദേശിക ടൂറിസം മേഖല പുനരുജ്ജീവിപ്പിക്കുന്നതിനും ജില്ലാ ആസ്ഥാനം പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുമായി സമഗ്ര പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. മലയോര ഹൈവേയുടെ ഭാഗമായ എല്ലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ സംസ്ഥാന സർക്കാരും MLAയും നടത്തിയിട്ടുണ്ടെന്ന് CPIM നേതൃത്വം. ഫണ്ട് അനുവദിക്കാൻ സാധിക്കുമെങ്കിൽ നിർമ്മാണം പൂർത്തീകരിക്കാനും കഴിയുമെന്നും റോഡിന്റെ പേരിൽ നടത്തുന്ന സമരങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടാണെന്നും CPIM രാജക്കാട് ഏരിയ സെക്രട്ടറി സുമാ സുരേന്ദ്രൻ പറഞ്ഞു. 39 കോടിയിലധികം രൂപ മുതൽ മുടക്കി മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മാണം നടത്തിവരുന്ന എല്ലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം റോഡ് ഉപരോധമടക്കം സംഘടിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് CPIM നേതൃത്വം പ്രതികരണവുമായി രംഗത്തെത്തിയത്. റോഡ് നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിൽ കരാറുകാരന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. കരാറുകാരനെ നീക്കം ചെയ്യുന്നതിനു വേണ്ടി നോട്ടീസ് നൽകുകയും ചെയ്തു. എന്നാൽ റീടെൻഡർ നടത്തി വീണ്ടും നിർമ്മാണം ആരംഭിക്കുവാൻ താമസമുണ്ടാകുമെന്നതിനാൽ സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തി നിലവിലുള്ള കരാറുകാരനെ കൊണ്ട് തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും CPIM രാജാക്കാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി സുമാ സുരേന്ദ്രൻ പറഞ്ഞു. ടെർമിനേറ്റ് ചെയ്ത് വീണ്ടും മറ്റൊരാളെ ടെൻഡർ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു നടപടി വരുമ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേ വരാൻ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അത്തരം നടപടി വേണ്ടാന്ന് വെച്ചുകൊണ്ട് വീണ്ടും ആ കരാറുകാരന് തന്നെ എടുത്തിരുന്ന കരാറുകാരന് തന്നെ പണി വേഗത്തിൽ ചെയ്തു തീർക്കുന്ന ഇടപെടൽ ആണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. റോഡ് നിർമ്മാണത്തിന് തുക അനുവദിക്കുകയും ടെൻഡർ നൽകുവാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടാണ് ചില തൽപര കക്ഷികൾ റോഡ് ഉപരോധമടക്കം നടത്തി MLAയും സർക്കാരിനെയും മോശമായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നതെന്നും സുമാ സുരേന്ദ്രൻ പറഞ്ഞു. പൈസ അനുവദിപ്പിക്കാനും കരാർ കൊടുക്കുവാനും എല്ലാം ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനും MLAയ്ക്കും ഇത് പൂർത്തീകരിക്കാനും ഇടപെടാനും ഉള്ള സാഹചര്യമുണ്ട്, ഇടപെടും. വരുന്ന നിയമസഭാ ഇലക്ഷൻ, ഏറ്റവും അടുത്തു വരുന്ന നിയമസഭാ ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില തൽപര കക്ഷികൾ അവിടെ റോഡ് ഉപരോധം നടത്തുകയും ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നേടിയിട്ടുള്ള MLA ഉൾപ്പെടെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതിനും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ തന്നെ മോശമായ നിലയിൽ ചിത്രീകരിക്കുന്നതിനുള്ള ഇടപെടലാണ് ഇപ്പോൾ ഇന്നലെ നടത്തിയിട്ടുള്ളത്. സിറ്റിവിഷൻ രാജാക്കാട്. പതിനായിരങ്ങളുടെ കുടിവെള്ളമായ പെരിയാറിനെ മലിനമാക്കി ദേവിയാർ പുഴയിലേക്ക് മാലിന്യ നിക്ഷേപം. അടിമാലി ഇരുമ്പുപാലത്താണ് വ്യാപകമായി ദേവിയാർ പുഴയിലേക്ക് അറവ് മാലിന്യങ്ങളടക്കം തള്ളുന്നത്. നിലവിൽ വേനൽക്കടുത്ത പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞതോടെ നിക്ഷേപിച്ച മാലിന്യങ്ങൾ കൂടിക്കിടന്ന് വലിയ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. പകർച്ചവ്യാധി ഭീഷണിയിലുമാണ് മേഖല. പെരിയാറിന്റെ കൈവഴിയായ ദേവിയാർ പുഴയെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ ഇന്നും ദേവിയാർ ഒഴുകുന്നത് മാലിന്യവാഹിനിയായി തന്നെ. അടിമാലിക്ക് സമീപം ഇരുമ്പുപാലത്താണ് ദേവിയാർ പുഴയിലേക്ക് ഏറ്റവും കൂടുതൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങളും ഹോട്ടൽ മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളും കൊണ്ട് ദേവിയാർ പുഴ നിറഞ്ഞിരിക്കുകയാണ്. ദേവിയാർ ഒഴുകിയെത്തുന്നത് പെരിയാറിലേക്ക്. പെരിയാറാകട്ടെ പതിനായിരങ്ങളുടെ കുടിവെള്ളവും. അതുകൊണ്ട് തന്നെ മാലിന്യ നിക്ഷേപത്തിന് തടയിടുവാൻ നടപടി വേണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. നിലവിൽ വേനൽക്കടുത്ത് പുഴയിലെ നീരൊഴുക്ക് നിലച്ചതോടെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. വലിയ ദുർഗന്ധവും അനുഭവപ്പെടുന്നു. ഈ സ്ഥിതി തുടർന്നാൽ പകർച്ചവ്യാധികളടക്കം പടർന്നു പിടിക്കുന്നതിനും
പാരിസ്ഥിതിക ആഘാതത്തിനും വഴിയൊരുക്കുമെന്ന ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ. ഇത് അടിമാലി, അതുപോലെ ചാറ്റുപാറ, മച്ചിപ്ലാവ്, ഇരുമ്പുപാലം വഴി പെരിയാറ്റിൽ പതിച്ച് അവിടെ നിന്നും കടലിൽ പോയി പതിക്കുന്ന ഒരു പുഴയാണ് ദേവിയാർ പുഴ. ഉത്ഭവം മുതൽ അവസാനം വരെ ഒഴുകിയെത്തുന്നോടം വരെ വിഷവും മാലിന്യവും പേറിയാണ് ഇപ്പോൾ ഈ പുഴ ഒഴുകുന്നത്. വർഷങ്ങൾക്കെല്ലാം മുമ്പ് ആളുകൾ കടുത്ത വേനലിൽ കുടിവെള്ളമായും കുളിക്കാനും നനയ്ക്കാനും ഉപയോഗിച്ചിരുന്ന ഈ പുഴയുടെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ വളരെ ദയനീയമാണ്. കംപ്ലീറ്റ് ആളുകൾ, പ്രത്യേകിച്ച് ഇരുമ്പുപാലം പ്രദേശത്തെ വ്യാപാരികൾ കോഴി വേസ്റ്റ്, അതുപോലെ അറവ് മാലിന്യങ്ങൾ, പച്ചക്കറി വേസ്റ്റ്, എന്തിനേറെ സ്നഗി വരെ കെട്ടിക്കൊണ്ടുപോയി അതും ടൗണിൻ്റെ നടുക്കാണ് പാലം, ഇരുമ്പ് പാലം. അതിൻ്റെ അപ്പുറം ഇപ്പുറം ഇടുന്നു. തൊട്ടപ്പുറം മെഴുകുംചാലിലേക്ക് പോകുന്ന 500 മീറ്ററിന് അപ്പുറം ഒരു പാലമുണ്ട്. അവിടെ ഇങ്ങനെ 100 കണക്കിന് ചാക്കാണ് കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അത് മാലിന്യ നിക്ഷേപം കണ്ടെത്തുന്നതിന് മേഖലകളിൽ ക്യാമറ സ്ഥാപിക്കുകയും രാത്രികാല നിരീക്ഷണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. സിറ്റി വിഷൻ, അടിമാലി. സംസ്ഥാന ബജറ്റിൽ തോട്ടം മേഖലയെ പാടെ അവഗണിച്ചതായി കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്. ലയങ്ങളുടെ നവീകരണത്തിന് 10 കോടി രൂപ അനുവദിച്ച കാലങ്ങൾ പിന്നിടുമ്പോഴും നവീകരണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. തോട്ടം മേഖല തൊഴിൽ പ്രതിസന്ധി നേരിടുമ്പോഴും സംസ്ഥാന സർക്കാർ അവഗണന തുടരുകയാണെന്നും ഷാജി പൈനാടത്ത് ആരോപിച്ചു. കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിലും സംസ്ഥാന സർക്കാർ തോട്ടം മേഖലയെ അവഗണിക്കുന്ന പ്രവണത തുടരുകയാണ്. തോട്ടം മേഖല തൊഴിൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴും പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടൽ നടത്തുന്നുമില്ല. ട്രേഡ് യൂണിയനുകളും തോട്ടം മാനേജ്മെന്റുമായി മന്ത്രിതല ചർച്ചകൾ നടന്നുവെങ്കിലും തൊഴിൽ വകുപ്പ് തോട്ടം മാനേജ്മെന്റുകൾക്ക് അനുകൂല നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ആരോപിച്ചു. കഴിഞ്ഞ 3 വർഷമായി ബജറ്റിൽ തോട്ടത്തൊഴിലാളികളുടെ ലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് 10 കോടി രൂപ അനുവദിക്കും. ഇതിനൊരു പൈസ പോലും ചെലവഴിക്കുകയില്ല. തോട്ടത്തൊഴിലാളികളുടെ ലയങ്ങൾ വാസയോഗ്യമല്ലാതായി വളരെയധികം വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ തൊഴിലാളികൾ അവിടെ ജീവിക്കുന്നത്. കാലിത്തൊഴുത്തിനേക്കാൾ മോശമായ വീടുകളിലാണ് തൊഴിലാളികൾ ജീവിക്കുന്നത്. ഇവിടെയൊന്നും ഭവന പുനരുദ്ധാരണ പദ്ധതി നടപ്പിലാക്കാതെ ഈ അനുവദിക്കുന്ന തുക ചെലവഴിക്കപ്പെടാതെ തോട്ടം തൊഴിലാളികളെ ഗവൺമെൻറ് കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള പുതിയ ഭവന പദ്ധതി പ്രഖ്യാപിച്ചതാണ് ഗവൺമെൻറ്. അത് ഇവിടെ എങ്ങും തന്നെ നടപ്പിലാക്കിയിട്ടില്ല. തോട്ടം തൊഴിലാളികൾ ചികിത്സാ പദ്ധതി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും നടപ്പിലാക്കാൻ ഈ ഗവൺമെൻറ് നാളിതുവരെ ശ്രമിച്ചിട്ടില്ല. തകർന്നു വീടാറായ ലയങ്ങളിൽ കഴിയുന്ന തൊഴിലാളികളുടെ സുരക്ഷിത ജീവിതത്തിനായി ലയങ്ങളുടെ നവീകരണത്തിന് 10 കോടി രൂപ അനുവദിച്ച് കാലങ്ങൾ പിന്നിടുമ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ടം പോലും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തോട്ടം തൊഴിലാളി ക്ഷേമത്തിനായി നിയോഗിച്ച ജസ്റ്റിസ് VR കൃഷ്ണൻ നായർ റിപ്പോർട്ട് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, റിപ്പോർട്ടിലെ തോട്ടം മാനേജ്മെന്റുകൾക്ക് അനുകൂലമായ ഘടകങ്ങൾ മാത്രമാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്നും തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്ന നാടിന്റെ അവസ്ഥയാണിതെന്നും ഷാജി പൈനാടത്ത് ആരോപിക്കുന്നു. പീരുമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന വാഗ്ദാനവും കടലാസിൽ ഒതുങ്ങി. തോട്ടം മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണന വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഷാജി പൈനാടത്ത് പറഞ്ഞു. സിറ്റി വിഷൻ, പീരുമേട്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ടൂറിസം പുനരുജ്ജീവനത്തിന് സമഗ്ര പദ്ധതി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ആലോചന യോഗം സംഘടിപ്പിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ തകർച്ച നേരിടുന്ന പ്രാദേശിക ടൂറിസം മേഖല പുനരുജ്ജീവിപ്പിക്കുന്നതിനും ജില്ലാ ആസ്ഥാനം പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുമായി സമഗ്ര പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വിവിധ ടൂറിസം സ്ഥാപനങ്ങളെയും ഹോം സ്റ്റേകളെയും ഏകോപിപ്പിച്ച് മേഖലയെ ശക്തിപ്പെടുത്തുവാനുള്ള ലക്ഷ്യത്തോടെ പ്രത്യേക ആലോചനാ യോഗം ചേർന്നു. ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖലയിലെ നിലവിലെ പ്രതിസന്ധികളെ മറികടക്കുകയും അവഗണിക്കപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തിരിച്ചുപിടിക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ ഹോം സ്റ്റേകളും ടൂറിസം കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തി സമഗ്ര ടൂറിസം മാപ്പ് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും. ഇതിലൂടെ പ്രദേശത്തെ ടൂറിസം കേന്ദ്രങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച സന്ദർശകർക്ക് സൗകര്യപ്രദമായ സംവിധാനങ്ങൾ ഒരുക്കുവാനാണ് തീരുമാനം. വനം വകുപ്പിന്റെയും KSEBയുടെയും കീഴിലുള്ള ഭൂമികളിൽ ടൂറിസം സാധ്യതകൾ കണ്ടെത്തി ഉപയോഗപ്പെടുത്തുന്നതും പുതിയ സംരംഭങ്ങൾ കൊണ്ടുവന്ന് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവ് നൽകുന്നതും പദ്ധതിയിൽ ഉൾപ്പെടും. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഭാഗങ്ങളിലെ ആളുകളെ ഉൾപ്പെടുത്തി വരുന്ന 24-ാം തീയതി വിപുലമായ യോഗം ചേർന്ന് പദ്ധതിക്ക് പൂർണ്ണ രൂപം നൽകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചും ബ്ലോക്ക് പഞ്ചായത്തിലെ പരിധിയിൽ വരുന്ന ഓരോ ജനങ്ങളെ സംബന്ധിച്ചും അവരുടെ ജീവിതങ്ങൾക്ക് ഏറ്റവും അധികം ജീവിതത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം ഊന്നൽ നൽകുന്ന ഒരു മേഖലയായിരിക്കും വിനോദസഞ്ചാര മേഖല. തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ
ടൂറിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് അതിൻ്റെ രീതിയിലുള്ള പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഏത് മാർഗങ്ങളും സ്വീകരിക്കുവാനും നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിനെ കൊണ്ടാവുന്ന രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ടൂറിസം മേഖലയ്ക്ക് ഊന്നൽ നൽകി മുന്നോട്ട് പോകുവാനാണ് നിലവിലത്തെ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിജു നിള, VA ഉലഹന്നാൻ, സ്റ്റീഫൻ ജോർജ, മാത്യു സെബാസ്റ്റ്യൻ, സോണ ജോബി, അജിത് കുമാർ, BDO ഷൈജാമോൾ, ജോയിന്റ് BDO ജയരാജ് എന്നിവർ പ്രസംഗിച്ചു. പ്രാദേശിക ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തുന്നതിലൂടെ തൊഴിൽ സാധ്യതകളും വരുമാനവും വർദ്ധിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ. സിറ്റി വിഷൻ, ഇടുക്കി. ജില്ലാ ആസ്ഥാനം മേഖലയിലെ ടൂറിസം വികസനത്തിന് സർക്കാർ അവഗണനയെന്ന ആക്ഷേപം. സംസ്ഥാന ബജറ്റിൽ കട്ടപ്പനയ്ക്ക് പ്രാധാന്യം നൽകിയപ്പോൾ ജില്ലാ ആസ്ഥാനത്തെ അവഗണിച്ചതായി KPCC അംഗം AP ഉസ്മാൻ. ജില്ലാ ആസ്ഥാന മേഖലയിലെ ടൂറിസം വികസനത്തെ സർക്കാർ അവഗണിക്കുകയാണെന്ന് KPCC അംഗം AP ഉസ്മാൻ. സംസ്ഥാന ബഡ്ജറ്റിൽ കട്ടപ്പനയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയപ്പോൾ ജില്ലാ ആസ്ഥാന മേഖലയെ പൂർണ്ണമായും അവഗണിച്ചുവെന്നതാണ് AP ഉസ്മാൻ ആരോപിക്കുന്നത്. ഇതെല്ലാം യഥാർത്ഥത്തിൽ വോട്ട് ലക്ഷ്യമാക്കിയുള്ള നിർദ്ദേശങ്ങളാണ്. യഥാർത്ഥ വിനോദസഞ്ചാര വികസനമാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ ഇടുക്കിയെ അവഗണിച്ചുകൊണ്ട് കട്ടപ്പനയിലേക്ക് പോകുക എന്ന് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. അത് ബോധപൂർവം ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഈ ബജറ്റിൽ കണ്ടിട്ടുള്ള എല്ലാം തന്നെ. അത് ഈ ബജറ്റ് കാലാവധിക്ക് ശേഷം ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള സംഖ്യയുടെ കണക്കെടുക്കുമ്പോൾ പോലും നാട്ടിലെ ജനങ്ങൾക്ക് അത് വ്യക്തമാക്കാൻ കഴിയും. ഏഷ്യയുടെ അഭിമാനമായ ഇടുക്കി ആർച്ച് ഡാമിനോട് ചേർന്ന ഇടുക്കി വന്യജീവി സങ്കേതം, കുയിലിമലയുടെ പുൽമേടുകളുടെ മനോഹര കാഴ്ചകൾ, പാൽക്കുളമേട് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പുന്നയാർ വെള്ളച്ചാട്ടം, മീനൊളിയാൻപാറ, മണിയാറൻകുടി വനമേഖല എന്നിവയൊക്കെയായി വലിയ ടൂറിസം സാധ്യതകൾ ഉണ്ടായിട്ടും ഇവയെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് AP ഉസ്മാൻ പറഞ്ഞു. ഇടുക്കി ആർച്ച് ഡാം അടച്ചിടുകയും വിനോദസഞ്ചാരികളെ അകറ്റി നിർത്തുകയും ചെയ്തതോടെ ജില്ലാ ആസ്ഥാന മേഖലയിലെ ടൂറിസം മേഖല മുഴുവൻ തകർച്ചയിലായിരിക്കുകയാണ്. ഇത് സർക്കാരിന്റെ അവഗണനയുടെ നേരിട്ടുള്ള ഉദാഹരണമാണെന്നും AP ഉസ്മാൻ കുറ്റപ്പെടുത്തി. ഇടുക്കി ഡാം ബോട്ടം എന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള സീനറിയാണ് ഇടുക്കി ഡാം ബോട്ടം. ആ ഇടുക്കി ഡാം ബോട്ടം ഒന്ന് കാണാൻ പോലും ആളുകൾക്ക് അനുവാദമില്ല, അതിനാവശ്യമായ അനുമതി പോലും കൊടുക്കുന്നില്ല. ഇടുക്കിയിൽ എന്നു മുതൽ പറഞ്ഞു കേൾക്കുന്നതാണ് നമ്മൾ ഇടുക്കി ഡാമിനോട് ചേർന്ന് ആളുകൾക്ക് വലിയ പൂന്തോട്ടങ്ങളും അതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുമെന്ന് എല്ലാ ബജറ്റിലും പറയുന്നു എന്നുള്ളതല്ലാതെ അതിനാവശ്യമായ ഒരു സംവിധാനങ്ങളും ഉണ്ടാക്കാതെ ഇടുക്കി ജില്ലാ ആസ്ഥാനം ചേർന്നുള്ള വിനോദസഞ്ചാര വികസന പദ്ധതികളോട് ഒരു നിഷേധാത്മകമായ സമീപനമാണ് ഗവൺമെൻറ്റും മന്ത്രിയും സ്വീകരിക്കുന്നത് എന്ന കാര്യം വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ ഈ അവസരം. ജില്ലാ ആസ്ഥാന മേഖലയിലെ DTPCയുടെയും KTDCയുടെയും പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും ചെറുതോണി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ടൂറിസം സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ വകുപ്പുകൾ യാതൊരു ഇടപെടലും നടത്തുന്നില്ല. ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ടൂറിസം വികസനത്തോട് മുഖം തിരിക്കുന്ന സമീപനമാണ് കാണിക്കുന്നതെന്ന് പൊതുപ്രവർത്തകരും ആരോപിക്കുന്നു. സിറ്റി വിഷൻ, ഇടുക്കി. ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ വായനയും വായനശാലകളും പഴയകാല ഓർമ്മകളായി മാറുമ്പോൾ ഒരു നാടിനെ സാംസ്കാരികതയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വായനശാലയെ ഒരു ഗ്രാമം ഇന്നും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പലവിധ പ്രതിസന്ധികളിൽ പലപ്പോഴും പ്രവർത്തനം നിലയ്ക്കുന്ന സാഹചര്യം എത്തിയപ്പോഴെല്ലാം ഉടുമ്പൻചോല പഞ്ചായത്തിലെ പള്ളിക്കുന്ന് വായനശാലയെ നാട്ടുകാർ ചേർത്ത് പിടിച്ചു. വരുന്ന തലമുറയെ വായനയിലേക്ക് നയിക്കാൻ നിലവിൽ വായനശാലയുടെ ജൂബിലി ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. വായന വാസനയിലേക്കുള്ള വള്ളമാണെന്ന് പറഞ്ഞ വള്ളത്തോളിനെയും വള്ളത്തോളിന്റെ വാക്കുകളെയും പുതിയ തലമുറ മറന്നു. വാട്സാപ്പും ഫേസ്ബുക്കും അടക്കമുള്ള നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തിൽ പുസ്തകങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ മാത്രമായി. എന്നാൽ എത്ര കാലം കഴിഞ്ഞാലും പുസ്തകങ്ങളും വായനയും വായനശാലയെയും മറക്കുവാൻ കഴിയില്ല ഉടുമ്പൻചോല പഞ്ചായത്തിലെ പള്ളിക്കുന്നിലെ ജനങ്ങൾക്ക്. 1973 ഇവിടെ വായനശാലയും ഇതിനോടനുബന്ധിച്ച ജൂബിലാൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും പ്രവർത്തനം ആരംഭിച്ചത്. ഇതിനുശേഷം പുസ്തകങ്ങൾക്ക് കേടുപാടുകൾ വന്നതോടെ പ്രവർത്തനം അല്പം മന്ദീഭവിച്ചു. എന്നാൽ അത് കണ്ടു നിൽക്കാൻ ഈ നാടിനായില്ല. 2000 ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച 1000-ഓളം പുസ്തകങ്ങളുമായി വീണ്ടും പ്രവർത്തനം ഊർജിതമാക്കി. ക്ലബിന്റെ നേതൃത്വത്തിൽ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ച് നാടിനെ ഉണർത്തി ആവേശത്തിൽ നിലനിർത്തി. പിന്നീട് നവമാധ്യമങ്ങളുടെ കടന്നുവരവോടെ വായനശാലയുടെ പ്രവർത്തനം വീണ്ടും മന്ദീഭവിച്ചു.
എന്നാൽ വായനശാലയെ മറക്കാൻ നാടിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ ജനുവരിയിൽ വാർഡ് മെമ്പർ സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ, ഷാജി VM, സുനിൽകുമാർ പുന്നേക്കുന്നേൽ, മാത്യു എന്നിവരടങ്ങുന്ന പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത പ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായി നിന്നുകൊണ്ട് എല്ലാവരെയും കൂട്ടായ പരിശ്രമത്തോടുകൂടി കഴിഞ്ഞ 2 ആഴ്ചക്കാലമായ തീവ്രമായ പരിശ്രമത്തിലൂടെ ഇതിൻ്റെ ഓടുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞതെല്ലാം മാറ്റി പുതുതായി ഷീറ്റിട്ട് വളരെ മനോഹരമായ ഇതിൻ്റെ പുനഃക്രമീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് മറ്റ് യാതൊരുവിധ ചിന്താഗതിയുമില്ലാതെ എല്ലാ വിഭാഗം ആളുകളുടെയും സജീവമായ സാന്നിധ്യമുണ്ട്. അവരുടെ നല്ല പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇതിന് പുനർനിർമ്മാണ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂടിയ കമ്മിറ്റിയിൽ വെച്ച് ഇതിൻ്റെ 50ാം വർഷത്തെ ജൂബിലി ആഘോഷിക്കാൻ വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിനുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ചയുണ്ടാകുകയും പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കെട്ടിട നവീകരണമടക്കം നടത്തി വായനശാലയുടെ നവീകരണവും നടത്തിവരികയാണ്. ഒരു നാടിന് അറിവിന്റെ വെളിച്ചമായി നിന്ന ഗ്രന്ഥശാലയുടെ ജൂബിലി ആഘോഷങ്ങൾ നാടിന്റെ ഉത്സവമാക്കി മാറ്റുവാനുള്ള പരിശ്രമത്തിലാണ് പുതിയ ഭരണസമിതി. മാർച്ച് 1-നാണ് ജൂബിലി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. ഇടവേള. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസിന് മികച്ച അവസരം. ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യം ആനന്ദം ക്യാമ്പയിന്റെ 2ാം ഘട്ടമായ വൈബ് ഫോർ വെൽനസ് പ്രോഗ്രാമിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം ശനിയാഴ്ച നെടുങ്കണ്ടത്ത് നടക്കും. പരിപാടിയുടെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA MM മണി നിർവഹിക്കും. ആരോഗ്യകരമായ ജീവിതത്തിനാവശ്യമായ നല്ല ഭക്ഷണം, മതിയായ വ്യായാമം, നല്ല ഉറക്കം, ശരിയായ പരിചരണം എന്നീ 4 പ്രധാന സന്ദേശങ്ങൾ കേന്ദ്രീകരിച്ച് പുതുതലമുറയ്ക്ക് ഭീഷണിയായേക്കാവുന്ന ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാതാക്കുകയാണ് വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടമായ സെമിനാറുകളും കലാകായിക പരിപാടികളും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും പൊതുസമൂഹത്തിൽ നടത്തുവാനാണ് ലക്ഷ്യമിടുന്നത്. നമ്മുടെ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെയും NHM ആരോഗ്യ കേരളം ഇടുക്കിയുടെയും സഹകരണത്തോടു കൂടി നമ്മൾ ഈ വരുന്ന ശനിയാഴ്ച ഫെബ്രുവരി 7-ാം തീയതി രാവിലെ 10 മണിക്ക് നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ ഗ്രൗണ്ടിൽ നിന്നും ഒരു ആരോഗ്യ സന്ദേശ റാലിയോടുകൂടി ആരംഭിച്ച്
കിഴക്കേക്കവലയിൽ വന്ന നമ്മുടെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചൊരു പൊതുസമ്മേളനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA ശ്രീ MM മണി സാറ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പരിപാടിയുടെ പാമ്പാടുംപാറ ഹെൽത്ത് ബ്ലോക്ക് തല ഉദ്ഘാടനം ആരോഗ്യ സന്ദേശ റാലിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഗ്രൗണ്ടിൽ രാവിലെ 10-ന് നെടുങ്കണ്ടം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജെർലിൻ വീസ്കറിയ ഫ്ളാഗ് ഓഫ് ചെയ്യും. റാലിയിൽ മേഖലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും സമൂഹത്തിന്റെ നാനാതുറകളിലുമുള്ള ജനങ്ങളും പങ്കെടുക്കും. തുടർന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ ഉടുമ്പൻചോല MLA MM മണി ബ്ലോക്ക് തല ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി, DMO ഡോക്ടർ സതീഷ് KN, ഡെപ്യൂട്ടി DMO ഡോക്ടർ സുരേഷ് വർഗീസ്, DPM ഡോക്ടർ ഖയസ് EK, ജില്ലാ പഞ്ചായത്ത് അംഗം തിലോത്തമ സോമൻ തുടങ്ങി ത്രിതല ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും പങ്കെടുക്കുമെന്ന് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിലി M, ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ അനിത ടോം, ഹെൽത്ത് സൂപ്പർവൈസർ ഷാജിമോൻ വർഗീസ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സന്തോഷ് AG, സന്തോഷ് R, നാഷണൽ ഹെൽത്ത് മിഷൻ ബ്ലോക്ക് PRO ജോബി ജോസഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി ഡോക്ടർമാരെ നിയമിക്കണമെന്ന് INTUC നെടുങ്കണ്ടം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. നെടുങ്കണ്ടത്തെ വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ ആവശ്യമുന്നയിച്ചത്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരില്ലാത്തതുമൂലം പ്രത്യേകിച്ച് കാർഡിയോളജി ഡോക്ടർ ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. നിരവധി ആളുകളാണ് ഇതുമൂലം മരണപ്പെടുന്നതും. വേണ്ടത്ര ഡോക്ടർമാരെ നിയമിച്ചില്ലെങ്കിൽ ഈ മേഖലയിൽ ഇനിയും ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാകും. സംസ്ഥാന സർക്കാർ ഇടപെട്ട് അടിയന്തരമായി ഡോക്ടർമാരെ നിയമിക്കണമെന്ന് INTUC നേതാക്കൾ ആവശ്യപ്പെട്ടു. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ, പ്രത്യേകിച്ച് കാർഡിയോളജി ഡോക്ടർ ഇല്ലാത്തതിന്റെ പേരിൽ, അവരുടെ സേവനം ലഭിക്കാത്തതിന്റെ പേരിൽ നിരവധിയായ ആളുകളാണ് മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത്. ഈ ഒരു സാഹചര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അടിയന്തരമായി ഒരു നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഒരു കാർഡിയോളജി വിഭാഗം നെടുങ്കണ്ടത്തില്ല. അത് എത്രയും പെട്ടെന്ന് വളരെ അടിയന്തരമായി ആ ഒരു തസ്തിക ഇവിടെ കൊണ്ടുവന്ന് അവിടെ ഡോക്ടർമാരെ നിയമിച്ച് അടിയന്തരമായി എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ നിയമിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണെന്ന് INTUC നേതാക്കളായ അനിൽ കൂട്ടുപാറ, റെജി ആശാരിക്കണ്ടം, ജൂബി ആനക്കല്ല്, ബാബു പായിക്കട്ട് എന്നിവർ പറഞ്ഞു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന KR സുകുമാരൻ നായർ അനുസ്മരണം തൂക്കുപാലത്ത് നടന്നു. ഹൈറേഞ്ചിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു KRS എന്ന KR സുകുമാരൻ നായർ. DCC വൈസ് പ്രസിഡന്റായിരിക്കെയാണ് KSR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന KR സുകുമാരൻ നായർ അന്തരിച്ചത്. മുൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഇദ്ദേഹം സാമൂഹ്യ, സാംസ്കാരിക, സാമുദായിക മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്നു. KR സുകുമാരൻ നായരുടെ 6ാം ചരമവാർഷിക ദിനത്തിൽ തൂക്കുപാലം NSS ഓഡിറ്റോറിയത്തിൽ KR സുകുമാരൻ നായരുടെ ഛായാചിത്രത്തിനു മുമ്പിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത്. AICC അംഗം EM അഗസ്തി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാമുദായിക സംഘടന പ്രവർത്തന ലക്ഷ്യം എന്താണോ അതിനൊത്ത് മുന്നോട്ട് പോകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഞാൻ അനുസ്മരിക്കുകയാണ്. ഞാൻ ദീർഘമായി പോകുന്നു. അത് വ്യക്തിപരമായ ബന്ധങ്ങളുള്ളത് കൊണ്ടാണ് കൂടുതൽ നീണ്ടുപോകുന്നത് എന്ന കാര്യം എനിക്കറിയാം. അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. അങ്ങനെ എല്ലാ നിലയിലും കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ നിലയിൽ പ്രവർത്തിക്കാനുള്ള അവസരം അദ്ദേഹം ലഭിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ സുകുമാരൻ നായർക്ക് ഒരു കുഴപ്പമുണ്ട്, അതുകൂടി പറയാതിരിക്കുന്നത് ശരിയല്ല. സ്ഥാനങ്ങൾ അദ്ദേഹം പങ്കുവെച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് മാത്രം ഒന്നും കയ്യിൽ കാണത്തില്ല. വലിയ തറവാടുകളെ പറ്റി പറയുന്നതാണ്, എല്ലാ മക്കൾക്കും വീതം വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് വീട്ടിലെ കാരണവർക്കൊന്നും മിച്ചം കാണത്തില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാ സ്ഥാനാർത്ഥി നയത്തിനും നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹമാണ്. യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CS യശോധരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടിക്കല്ലാർ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് MN ഗോപി, KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് KS അനിൽകുമാർ, VM സാലി, KR ഉണ്ണികൃഷ്ണൻ നായർ, മിനി പ്രിൻസ്, ഷിഹാബ് ഈട്ടിക്കൽ, സിന്ധു സുകുമാരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത യോഗത്തിൽ ഗുരുതര രോഗത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുള്ള ചികിത്സാ സഹായ വിതരണവും നടന്നു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. രാജകുമാരി ഗലീലാകുന്ന സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 71ാമത് വാർഷിക പെരുന്നാളിനോടനുബന്ധിച്ച തിരുശേഷിപ്പ് വണക്കവും പ്രദക്ഷിണവും നടന്നു. ഐസക് മോർ ഒസ്കാനിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
രാജകുമാരി ഗലീലാക്കുന്ന സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ 71ാമത് വാർഷിക പെരുന്നാളും മോർ യൂഹനാൻ മാംതോനയുടെയും മോർ ഇഗ്നാത്യോസ് ഏലിയോസ് തൃതീയൻ പാത്രിക്കസ് ബാബയുടെയും ഓർമ്മ പെരുന്നാളിനോടും അനുബന്ധിച്ച സന്ധ്യാപ്രാർത്ഥനയും തിരുശേഷിപ്പ് വണക്കവും രാജകുമാരി ചാപ്പലിലേക്ക് പ്രദക്ഷിണവും നടന്നു. ഐസക് മോർ ഒസ്തായിയോസ് മെത്രോപൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തിരുശേഷിപ്പ് വണക്കവും പ്രാർത്ഥനയും നടന്നത്. നമ്മൾ എടുത്ത് ഇവിടെ മുത്തിക്കുന്നത് ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും തിരുശേഷിപ്പ് മുത്തി. തിരുശേഷിപ്പ് വണക്കത്തെ തുടർന്ന് രാജകുമാരി സൗത്ത് മോർ ബസോലിയോസ് ചാപ്പലിലേക്ക് പ്രദക്ഷിണവും നടന്നു. സമാപന ദിനമായ ഇന്ന് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഐസക് മോർ ഒസ്താനിയോസ് മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. 71ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 71 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഇടമായിരുന്നു ഈ പുണ്യപ്പെട്ട ദേവാലയം ഇന്ന് സ്ഥാപിതമായിരിക്കുന്ന ഈ സ്ഥലം. അന്ന് വളരെ ലളിതമായ രീതിയിൽ ഇതിന്റെ ആരംഭം കുറിച്ചുവെങ്കിൽ ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് ഈ പള്ളി ഉയരുവാനും വളരുവാനും ഒക്കെ അനേകർ പരിശ്രമിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളിൽ നേതൃത്വം കൊടുത്ത എല്ലാ വന്യ വൈദികരെയും ഇവിടുത്തെ ചുമതലയിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പള്ളിയുടെ ഭരണസമിതികളെയും ഒക്കെ നമുക്ക് ഈ തരുണത്തിൽ ഓർക്കാം. അവരുടെ ആ ഒരു ത്യാഗവും സമർപ്പണവും ഒക്കെയാണ് ഇന്ന് ഈ കാണുന്ന ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഗാനശുശ്രൂഷ, സുവിശേഷ പ്രസംഗം, സ്ലീബ എഴുന്നള്ളിപ്പ്, അഞ്ചിൽമേൽ കുർബാന എന്നിവയും നടന്നു. 3 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന പെരുന്നാളിന് കൊടിയിറങ്ങി. ഇടവക വികാരി ഫാദർ ബേസിൽ കെ ഫിലിപ്പ കൊറ്റയ്ക്കൽ, സഹവികാരി ഫാദർ എബിൻ വർഗീസ് കാരിയേലിൽ, ട്രസ്റ്റിമാരായ ജോർജ് CP ചവിറ്റുകുഴിയിൽ, ബിജു ഐസക് അമ്പടച്ചാലിൽ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പെരുന്നാളിന് നേതൃത്വം നൽകി. സിറ്റി വിഷൻ രാജകുമാരി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ, വെള്ളി ഗ്രാമിന് 280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയോര ഹൈവേയുടെ ഭാഗമായ എല്ലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ സംസ്ഥാന സർക്കാരും MLAയും നടത്തിയിട്ടുണ്ടെന്ന് CPIM നേതൃത്വം. ഫണ്ട് അനുവദിക്കാൻ സാധിക്കുമെങ്കിൽ നിർമ്മാണം പൂർത്തീകരിക്കാനും കഴിയുമെന്നും ഏരിയ സെക്രട്ടറി സുമാ സുരേന്ദ്രൻ. പതിനായിരങ്ങളുടെ കുടിവെള്ളമായ പെരിയാറിനെ മലിനമാക്കി ദേവിയാർ പുഴയിലേക്ക് മാലിന്യ നിക്ഷേപം. അടിമാലി ഇരുമ്പുപാലത്താണ് വ്യാപകമായി ദേവിയാർ പുഴയിലേക്ക് അറവ് മാലിന്യങ്ങളടക്കം തള്ളുന്നത്. പകർച്ചവ്യാധി ഭീഷണിയിൽ മേഖല. സംസ്ഥാന ബജറ്റിൽ തോട്ടം മേഖലയെ പാടെ അവഗണിച്ചതായി കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത. ലയങ്ങളുടെ നവീകരണത്തിന് 10 കോടി രൂപ അനുവദിച്ച് കാലങ്ങൾ പിന്നിടുമ്പോഴും നവീകരണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ലെന്നും ഷാജി പൈനാടത്ത. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ടൂറിസം പുനരുജ്ജീവനത്തിന് സമഗ്ര പദ്ധതി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ തകർച്ച നേടുന്ന പ്രാദേശിക ടൂറിസം മേഖല പുനരുജ്ജീവിപ്പിക്കുന്നതിനും ജില്ലാ ആസ്ഥാനം പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുമായി സമഗ്ര പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.